നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്ന വിനേഷ് ഫോഗട്ട് മറ്റൊരു ഞെട്ടിപ്പിക്കൽ തീരുമാനമെടുത്തു. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗുഡ് ബൈ റെസ്ലിംഗ്, ഇനി മത്സരിക്കാൻ കരുത്തു ബാക്കിയില്ല, സ്വപ്നങ്ങൾ തകർന്നു, ഗുസ്തിയോട് വിട പറയുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചാണ് വിനേഷ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന് വരാനിരിക്കെയാണ് പ്രഖ്യാപനം. വിധി അനുകൂലമെങ്കിൽ വിനേഷ് വെള്ളി മെഡൽ പങ്കിടും. ഗുസ്തിയിൽ ഇന്ത്യയുടെ ഉറച്ച സ്വർണ്ണ പ്രതീക്ഷയായിരുന്ന വിനേഷ് ഫോഗട്ടിനെ ഫൈനലിന് മുൻപ് അയോഗ്യയാക്കിയ നടപടി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കടുത്ത ആഘാതമായിരുന്നു. ഭാരപരിശോധനയിൽ 100 ഗ്രാം അധികം കണ്ടെത്തിയതോടെയായിരുന്നു നടപടി. ഗുസ്തി ഫ്രീ സ്റ്റൈൽ 50 കിലോ വിഭാഗത്തിൽ മത്സരങ്ങളുടെ ആദ്യ ദിവസം രാവിലെ നടന്ന ഭാരപരിശോധനയിൽ 49.9 കിലോ ആയിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ഭാരം. 3 മത്സരങ്ങളിൽ പങ്കെടുത്ത വിനേഷ് നിർജ്ജലീകരണം തടയാൻ വെള്ളം കുടിക്കുകയും വേഗം ഊർജ്ജം ലഭിക്കുന്ന പ്രോട്ടീൻ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. രാത്രി 7-ന് ശേഷം നടന്ന സെമിയിലൂടെ ഫൈനൽ ഉറപ്പിച്ച വിനേഷ് പിന്നാലെ പരിശീലകർക്കൊപ്പം നടത്തിയ ഭാരപരിശോധനയിൽ 52.7 കിലോ ഉണ്ടെന്ന് കണ്ടെത്തി. ഇതോടെ ഭാരം കുറയ്ക്കാൻ കഠിന പരിശ്രമം നടത്തി. എന്നാൽ ഭാരപരിശോധനയിൽ 100 ഗ്രാം ശരീരഭാരം കൂടുതലെന്ന് സ്ഥിരീകരിച്ചു. ഉടൻ തന്റെ മുടി മുറിച്ച് ഭാരം കുറയ്ക്കാൻ വിനേഷ് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അല്പസമയം കൂടി നൽകണമെന്ന് ഇന്ത്യൻ സംഘം അഭ്യർത്ഥിച്ചെങ്കിലും ചട്ടത്തിൽ ഇളവ് നൽകില്ലെന്ന് അധികൃതർ നിലപാടെടുക്കുകയായിരുന്നു. അതേസമയം വിനേഷ് ഫോഗട്ടിനെ ഒളിമ്പിക്സിൽ അയോഗ്യയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ തീരുമാനം. ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളിലും വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചേക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവന തൃപ്തികരമല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പക്ഷം. ഈ സാഹചര്യത്തിൽ ഫോഗട്ടിനായി കത്തുന്ന പ്രതിഷേധമാകും പാർലമെന്റിൽ ഉയരുകയെന്നാണ് സൂചന. അതേസമയം ദേശീയ ഗുസ്തി ഫെഡറേഷൻ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിനേഷ് ഫോഗട്ടിനൊപ്പം പാരീസിലുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കെതിരെയാണ് അന്വേഷണം. പിഴവ് വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തല്ല, മറിച്ച് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കാണ് സംഭവിച്ചതെന്നാണ് AAP ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിച്ചാകും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുന്നോട്ട് പോകുക. അതിനിടെ 100 ഗ്രാം ഭാരക്കൂടുതൽ കാരണം അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ട് വെള്ളി മെഡലെങ്കിലും തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽ കായിക തർക്ക പരിഹാര കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കും. വിധി അനുകൂലമായാൽ ഫൈനലിൽ പരാജയപ്പെടുന്ന താരത്തിനൊപ്പം ഫോഗട്ടിനും വെള്ളി മെഡൽ പങ്കിടാനാകും. താരത്തിന് രാജ്യത്ത് വലിയ പിന്തുണയാണ് കിട്ടിയത്. താരത്തെ പിന്തുണച്ച് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പ്രതിപക്ഷ നേതാവും അടക്കം എല്ലാവരും രംഗത്തെത്തിയിരുന്നു. ഈ വിഷമഘട്ടത്തിൽ രാജ്യം ഒപ്പമുണ്ടെന്നാണ് ദ്രൗപദി മുർമുവും മോദിയും രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചത്. അമിത്ഷാ, പ്രിയങ്ക ഗാന്ധി, സാക്ഷി മാലിക്, സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങി രാഷ്ട്രീയ, കായിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെല്ലാം ഫോഗട്ടിനെ വാഴ്ത്തിയും ആശ്വസിപ്പിച്ചും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.